ഉള്ളവരെ ആരും അറിയാതെ അല്ലെങ്കിൽ സാധാരണക്കാരെയും ജനങ്ങളെയും ഊറ്റിപ്പിഴിയുന്ന ഒരു രീതി, കൃഷി ഉപജീവന മാർഗമായി ജീവിക്കുന്നവരെയും റേഷൻ വാങ്ങിച്ച് ഒരു മാസം നിസ്സാരമായ തുകയ്ക്ക് 1 കിലോ 2 കിലോ അരിയും മണ്ണെണ്ണയും ഗോതമ്പൊക്കെ കൊടുക്കുന്ന സാധാരണക്കാരൻ്റെ വയറ്റത്തടിക്കുന്ന റേഷനിങ് സമ്പ്രദായം പോലും WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് കൊണ്ടുപോയി അത് നിഷേധിച്ചുകൊണ്ട് കരാർ എഴുതിയ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. ജനങ്ങളെ ഏതെല്ലാം രീതിയിലും പിഴിഞ്ഞെടുക്കാമോ, അവരെ ഊറ്റി രക്തം കുടിക്കാമോ, എന്നിട്ട് അവരെ മുമ്പിൽ വന്ന് ഒന്നും അറിയാത്തതുപോലെ വാഗ്ദാനം കൊടുക്കുന്ന ചില ആൾക്കാരുടെ ഉള്ളിലിരിപ്പാണ് ഈ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ രാജ്യത്തെ PDS സംവിധാനം, അതായത് റേഷൻ സംവിധാനം വഴി ഈ രാജ്യത്തെ ദരിദ്രർക്ക് റേഷൻ നൽകാനും പാടില്ല കേന്ദ്രം എന്നും അവർ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് പോരുന്നു. ഒന്നാലോചിച്ച് നോക്കൂ. WTO-യിലെ ബാലി മീറ്റിംഗിൽ ഇത് കോൺഗ്രസ് ഒപ്പുവെച്ച കരാറാണ്. കോൺഗ്രസ് ഒപ്പുവെച്ച ഇവരാണ് 2009 ഷർമ ഷേഖിൽ പോയി ഇന്ത്യയും പാകിസ്ഥാനെയും വ്യാപാരത്തിലൂടെ കൂടുതൽ ബന്ധിപ്പിക്കാനുള്ള കരാറുകൾ ഇവരാണ് ഒപ്പുവെച്ചത്.